ഹായ് ഹലോ, എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ സമാധാനത്തോടു കൂടിയായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ബ്ലെസ്ഡ് ഡേ ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മളിൽ തെറ്റ് പറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ തെറ്റ് പറ്റി കഴിയുമ്പോൾ നമ്മളതിനെ കാണുന്നത്? നമ്മളോട് തന്നെ ഒരു സ്നേഹം കാണിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഒരു സെൽഫ് കമ്പാഷൻ കാണിക്കാറുണ്ടോ? അതോ ഞാൻ എന്നെ തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്നാലും എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു പോയല്ലോ, എങ്ങനെ ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഞാനത് ഷോർട്ട് ടെമ്പേർഡായി, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു തെറ്റായി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെയാണോ നമ്മളോട് തന്നെ പെരുമാറുകയും ബിഹേവ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഹ്യൂമൻ ആയിട്ട് മനുഷ്യരായിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും തെറ്റുകളും അബദ്ധങ്ങളും മിസ്റ്റേക്കുകളും എല്ലാം സംഭവിക്കാറുണ്ട്. ഒരു നിമിഷത്തെ ചിലപ്പോൾ ഒരു ദേഷ്യമോ, ഒരു നിമിഷത്തെ നമ്മളുടെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധങ്ങളൊക്കെ ആയിരിക്കാം സംഭവിക്കുന്നത്, ഒരു നിമിഷത്തെ ഒരു പാഴ്ചയൊക്കെ ആയിരിക്കാം സംഭവിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ തിരുത്താൻ പറ്റാത്ത തെറ്റുകളിലേക്ക് മാറും. എന്നാൽ പല കാര്യങ്ങളും നമുക്ക് തിരുത്താൻ പറ്റുന്നത് ലേക്ക് മാറാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. യെസ്, എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഞാൻ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് സംസാരിച്ചു പോയി ഒരു നിമിഷം. ഓക്കെ, ഒരു പക്ഷേ അത് ആ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ എൻ്റെ ഫ്രസ്ട്രേഷനോ, ആ ഒരു ദിവസത്തെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു തെറ്റായ ബോധ്യങ്ങളോ അല്ല തെറ്റായ തോന്നലുകൾ കൊണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മളോട് തന്നെ അത് അഡ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യെസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അതുമൂലം അതിനായിട്ടൊരു ജസ്റ്റ് ഒരു ഹീലിംഗ് ടൈം നമ്മൾ എപ്പോഴും കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ചിലപ്പം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ചതാണ് നമ്മളെ മനസ്സിനെ വേദനിപ്പിച്ചെങ്കിൽ അതിനൊരു ഹീലിംഗ് ടൈം ഒരാവശ്യമായിരിക്കാം. ഒരു പക്ഷേ നമുക്ക് നമ്മളോട് തന്നെ മനസ്സിലാക്കാനായിട്ട്, നമ്മളെ തന്നെ ഒരു പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഒരു ഹീലിംഗ് ടൈം ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിരിക്കാം. അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വലിയ വലിയ ഇൻസിഡൻസ് ആണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ചെറിയ ഇൻസിഡൻസ് ആണെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ നമ്മൾ സോറി പറയാനായിട്ട് ഒരിക്കലും മടി കാണിക്കരുത്. അത് ഒരിക്കലും നമ്മൾ ഏത് അംഗീകാരത്തിലിരിക്കുന്നവർ അല്ലെങ്കിൽ ഏത് പദവിയിലിരിക്കുന്നവരാണോ അങ്ങനെയുള്ളതൊരു നോക്കിയല്ല. ഏത് താഴെ ഉള്ളവരായാലും ഏത് ജോലി ചെയ്യുന്നവരുടെ ഇടയ്ക്കായാലും നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു സേ സോറി എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ അഭിമാനത്തിനെ ഇതാക്കുന്നതല്ല, അത് അവരുടെ അഭിമാനം കൂട്ടുന്ന കാര്യമാണ്. കാരണം എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരിക്കലും നമ്മുടെ ഒരു വീക്ക്നെസ്സായിട്ട് നമ്മൾ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യരുത്. നമ്മുടെ അടുക്കൽ മറ്റുള്ളവർ ഒരു സോറി പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വീക്ക്നെസ് അല്ല, അത് അവർ നമ്മളെക്കാൾ കൂടുതൽ പവറുള്ളവർ, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ഹാർട്ടിൽ ഒത്തിരി സ്നേഹമുള്ളവർ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയ്ക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാനായി സാധിക്കുന്ന ഡൗൺ ടു എർത്ത് ആയ അത്രയും ഒരു ഉയർന്ന ലെവലിലുള്ളവരാണ്. അവരുടെ ഹൃദയങ്ങൾ അവരുടെ ഒത്തിരി ഉയർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് സോറി പറയാനായിട്ട് സാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു പീസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്. നമ്മളുടെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആരുടെ ഇടയ്ക്കിൽ നിന്ന് പറഞ്ഞോ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ഫോർഗീവ് ചെയ്യുന്ന ഒരു പക്ഷേ നമുക്ക് അവരുടെ ഇടയ്ക്കിൽ സോറി പറയാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ അവരോട് ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് അവർക്ക് സമയം കൊടുക്കുക. നമുക്ക് നമ്മുടെ ഇടയ്ക്കിൽ അവർ പെട്ടെന്ന് കടന്നു വരണമെന്നോ തിരിച്ചു വരണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെയുള്ള കാര്യമാണ് നമ്മൾ മറ്റുള്ളവരോട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സാണ് ഏറ്റവും പീസ്ഫുള്ളായിട്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യമോ വിരോധമൊക്കെ വെച്ച് പുലർത്തിയാൽ നമ്മുടെ മനസ്സിലാണ് ഒത്തിരി കരി പുരണ്ട ഒരവസ്ഥയും ഒരു സങ്കടമില്ലാത്ത അവസ്ഥയും ഒരു സങ്കടം നിറഞ്ഞ ഒരവസ്ഥയൊക്കെയിലേക്കൊക്കെ കൂടുതലും കടന്നു പോകുന്നത്. അതുപോലെ നമ്മുടെ മനസ്സ് എപ്പോഴും പ്രകാശമുള്ളതാക്കി ലൈറ്റ് ആയിട്ട് ഒത്തിരി മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് പകർന്ന് ഇരിക്കണമെങ്കിൽ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ആ ഒരു സന്തോഷവും സമാധാനങ്ങളും മാത്രമായിരിക്കണം. അങ്ങനെയുള്ളൊരു കുടം നിറയണമെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില വിഷമങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ഫോർഗീവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ അതെല്ലാം ദൂരെ വലിച്ചെറിയുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫീൽ ഫ്രീ ടു സേ സോറി. നിങ്ങളൊരു സോറി പറയുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് അല്ല. യു ആർ സോ ഗ്രേറ്റ്. Human error is common, but forgiveness is divine. Bye. Have a great day.